അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും എല്ലാം അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി തീരട്ടെ. അവൻ പൊരുത്തപ്പെടുന്നത് മാത്രം പറയാനുള്ള, അത് മാത്രം പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള തൗഫീക്കും സന്മനസ്സും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. അവർക്കും നമുക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വീഡിയോയിൽ നാം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം പരീക്ഷണങ്ങൾ എപ്പോഴും അള്ളാഹുവിൽ നിന്ന് നന്മകൾ നമുക്ക് ലഭിക്കാനുള്ളതാണ് എന്നതാവണം ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ പ്രതീക്ഷ. അഥവാ അല്ലാഹു തആല നമ്മളെ ഈ ഭൂമിലോകത്തേക്ക് പടച്ചത് തന്നെ പരീക്ഷണങ്ങളാണ്. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ ഇറക്കിയത്. പരീക്ഷണങ്ങളെ നേരിടാനുള്ള ഒരു ആർജവമാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു മനക്കരുത്താണ് വിശ്വാസിക്ക് വേണ്ടത്. കാരണം ഭൗതിക ലോകം എന്ന് പറയുന്നത് തന്നെ പരീക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം നാം ക്ഷമിക്കേണ്ട, സഹിക്കേണ്ട സാഹചര്യങ്ങളെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം ഒരു വിശ്വാസിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വരും. എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അല്ലാഹു തആല ഒരു വഴി ഒരുക്കിയതാണ്. കാരണം ദുനിയാവിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരം കൊതിക്കുന്നതെല്ലാം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. നമ്മളെ ശരീരം പല കാര്യങ്ങളും കൊതിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതൊക്കെ റബ്ബിന് വേണ്ടി ത്യജിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞുപോയ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ അലൈഹിമുസ്സലാം, അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹം ചെയ്യട്ടെ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ആ പ്രവാചകന്മാരൊക്കെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവരൊക്കെ പരീക്ഷണങ്ങളെ നേരിട്ട് അത് സഹിച്ച് ക്ഷമിച്ചതിൻ്റെ പേരിൽ വിജയികളായി തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളും വരുമ്പോൾ പതറാൻ പാടില്ല. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവാണ് എന്നെ പരീക്ഷിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളതിനെ മാറ്റാനും അതിനനുസൃതമായിട്ടുള്ള ജീവിത ചിട്ടകളും പാലിക്കാനും നാം കടപ്പെട്ടവരാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
മൂന്ന് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരു വിശ്വാസിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മൂന്ന് തരത്തിലുള്ള പരീക്ഷണം. ഒന്ന് അവൻ്റെ സ്വന്തം ശരീരമാണ്, രണ്ട് അവൻ്റെ സന്താനങ്ങളാണ്, മൂന്ന് അവൻ്റെ സമ്പത്താണ്. ഇത് മൂന്നും ഒരു മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതുമാണ്. മാത്രമല്ല ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നെണ്ണത്തിലുള്ള പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു പരീക്ഷണമാണ്. ശരീരത്തിലെ പരീക്ഷണങ്ങൾ, രോഗങ്ങളാവട്ടെ മറ്റു ബുദ്ധിമുട്ടുകളാവട്ടെ ഒക്കെ. മക്കളുടെ പരീക്ഷണങ്ങൾ, മക്കളിലും അങ്ങനെ തന്നെയാണ്. മക്കൾ വഴിപിഴച്ചു പോലൊരു പരീക്ഷണമാണ്. മക്കൾ മരണപ്പെട്ടു പോകലൊരു പരീക്ഷണമാണ്. രോഗങ്ങൾ വരലൊരു പരീക്ഷണമാണ്. ദുനിയാവിൽ വെച്ച് മക്കൾ കാരണം അപമാനിക്കപ്പെടലും ഒരു പരീക്ഷണമാണല്ലോ. സമ്പത്താണെങ്കിലും പരീക്ഷണത്തിൻ്റെ ഒരു കാരണമാണ്. സമ്പത്ത് നഷ്ടപ്പെടാം. അതുപോലെ എല്ലാ സമ്പത്തും വിശ്വാസിക്ക് പറ്റുകയുമില്ല. കടക്കാരനാവാം, പാപ്പരാവാം, ഒക്കെ ചെയ്യാം. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യണം. ദുആ ചെയ്യണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം. പരീക്ഷണങ്ങൾ സഹിക്കുന്ന, ക്ഷമിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്കതെല്ലാം നന്മയാകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു ഹദീസ് ഇത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം തിർമുദി രേഖപ്പെടുത്തുന്ന ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നൊരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, മാ യസാലുൽ ബലഉൽ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫി നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതിയത്തു വമാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി. ഒരു സത്യവിശ്വാസിയായ ആണിനും സത്യവിശ്വാസിയായ പെണ്ണിനും അവർക്ക് പരീക്ഷണമെത്തുന്നു ഫി നഫ്സി, അവരുടെ ശരീരത്തിൽ, വവലദി, അവരുടെ മക്കളിൽ, മാലി, അവരുടെ സമ്പത്തിൽ. ശരീരത്തിൽ, മക്കളിൽ, സമ്പത്തിൽ പരീക്ഷണം തന്നെ. ഹത്താ യൽഖല്ലാഹ തആല, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, മരണം വരെയും പരീക്ഷണം തന്നെയാണ്. എന്നാൽ വമാ അലൈഹി ഖതിയത്തുൻ, അവൻ്റെ മേൽ, അവളുടെ മേൽ ഒരു ദോഷം ഉണ്ടാവുകയില്ല. മരണം വരെയും അവരാ പരീക്ഷണത്തിലായി ജീവിച്ചാൽ, ക്ഷമിച്ചാൽ അവർക്ക് ദോഷം തന്നെ ഉണ്ടാവില്ല. ദോഷം മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെയും ദുആ ചെയ്യണം. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.